ചെങ്ങന്നൂർ ഒരു BJP-ന്റെ വനിതാ വാർഡ് മെമ്പർ വീണ് കിട്ടി ATM കാർഡ് ഉപയോഗിച്ചിട്ട് പണം തട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് വാർത്ത കൊടുക്കുന്നില്ല. നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാ. അത് ഈ വനിതാ വാർഡ് മെമ്പർ ചങ്ങായിക്ക്, അതൊരു ഓട്ടോ ഡ്രൈവർ ആണ്, സുഹൃത്തായിരിക്കും മിക്കവാറും. മൂപ്പർക്ക് ഒരു ATM കാർഡ് വീണ് കിട്ടി. നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ATM പിൻ നമ്പർ ചെയ്തിട്ടുണ്ട്. ഇത് മൂപ്പർ തന്റെ പെൺസുഹൃത്തായ ഈ BJP മെമ്പർക്ക് കൊണ്ടു കൊടുത്ത് ഒരു രണ്ടാളെന്ന് കൂടി വിചാരിച്ച് ഇത് നമ്പർ ശരിയാണോന്ന് അറിയണ്ടേ. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഈ നമ്പർ ATM ചെയ്ത പിൻ നമ്പർ ക്ലിയർ ശരിയാണോന്ന് അറിയാൻ വേണ്ടി അടുത്തുള്ള ATM പോയി ഒന്ന് ബാലൻസ് ചെക്ക് ചെയ്ത്, ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു 10-30,000 റുപ്യ. അവരെന്താ തീരുമാനിച്ചത്? ആ പൈസ എടുത്ത് കയ്യിൽ വെക്കാം. ഇനി ഇവരെ കൈമെന്നെങ്ങാനും ATM കാർഡ് വീണിട്ട് ഏതെങ്കിലും വില്ല കള്ളന്മാരെ കൈമിൽ, ഇവരെയും കാട്ടി വില്ല കള്ളന്മാരെ കൈമ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെടില്ലേ? അപ്പോൾ അവർ ആ പൈസ കൈമിലെടുത്ത് തിരിച്ചു വരുന്ന വരുത്തിൽ ഇവരെ കയ്യിൽ നിന്ന് ആ സത്യമായിട്ട് ATM കാർഡ് വീണ്ടും വീണുപോയി. ഇവർ കളഞ്ഞതല്ലാട്ടാ, ATM കാർഡ് വീണുപോയി. അപ്പോഴേക്കും മാധ്യമങ്ങൾ ഇവർ ATM നിന്ന് പൈസ എടുക്കുന്നതെല്ലാം വീഡിയോ ആക്കിയിട്ടിട്ട് ഇവർ ആ പാവ ഉടമസ്ഥനെ തപ്പി ഇറങ്ങേണ്ട പരിപാടിയാണ്. എങ്ങനെ തപ്പെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ചാനലിൽ ഇത് കാണുന്നത്. ഇത് കണ്ടപാട് ഇവരൊന്ന് മുങ്ങാൻ നോക്കി. അപ്പോഴേക്ക് എടുത്ത വൃത്തിയായിട്ട മാധ്യമങ്ങളും കുറേ പോലീസുകാരും കൂടിയിട്ട് ആ പാവങ്ങളെ പിടിച്ച് എത്ര സങ്കടമായിട്ടുണ്ടാവും. നിങ്ങൾ എന്നിട്ട് അത് വലിയ രീതിയിൽ നമ്മളെ BJP മെമ്പറെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇത്രയും നല്ലൊരു മെമ്പർ, അതും വനിതാ മെമ്പർ, നിങ്ങൾ കുറ്റപ്പെടുത്തില്ലേ? ആ വാർത്ത കേട്ടു നോക്ക്. മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് സഹിക്കൂല. നിങ്ങൾ ആ വാർത്ത കേട്ടു നോക്ക്. കളഞ്ഞു കിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ച BJP നേതാവും സുഹൃത്തും അറസ്റ്റിലായി. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെയും സുഹൃത്തിനെയും കുടുക്കിയത് CCTV ദൃശ്യങ്ങളാണ്. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ഡിവിഷൻ അംഗം സുജന്യ ഗോപിയും സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ സലീഷുമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചെങ്ങന്നൂർ സ്വദേശി യുവാവിന്റെ പേഴ്സ് റോഡിൽ നഷ്ടമായത്. ഇത് ഓട്ടോ ഡ്രൈവറായ സലീഷിന് ലഭിച്ചു. പരിശോധിച്ചപ്പോൾ ATM കാർഡിന്റെ കവറിനുള്ളിൽ നിന്ന് പിൻ നമ്പർ കിട്ടി. വിവരം ഇയാൾ സുജന്യയോട് പറഞ്ഞു. തുടർന്ന് ഞായറാഴ്ച രാവിലെ ഇരുവരും ചേർന്ന് ചെങ്ങന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വിവിധ കൗണ്ടറുകളിൽ നിന്ന് 25,000 രൂപ പിൻവലിച്ചു. ഇതിന്റെ മെസ്സേജ് മൊബൈലിൽ വന്നതിന് പിന്നാലെ കാറുടമ പോലീസിൽ പരാതി നൽകി. ATM കൗണ്ടറുകളിലെയും പരിസരത്തെ കടകളിലെയും CCTV ക്യാമറകളിൽ നിന്ന് സുജന്യയുടെയും സലീഷിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഈ വാർത്ത കണ്ടിട്ട് കുറെ ആൾക്കാർ ഇവരോട് ചോദിക്കുന്നേ, എല്ലാ പൊട്ടന്മാരെ നിങ്ങൾക്ക് ഇപ്പോൾ CCTV ഉണ്ടെന്നും അല്ലെങ്കിൽ ഈ പൈസ ATM നിന്ന് എടുക്കുമ്പം ഇതിന്റെ ഓണർക്ക് മെസ്സേജ് പോകുന്നു നിങ്ങൾക്ക് അറിയില്ലെന്ന്. എല്ലാം ഈ പറയുന്ന പൊട്ടന്മാരോടാണ്. ഇവർക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇവർ സംഖ്യകളെന്ന് വിളിക്കുക. ഇവർ ജന്മനാ ഇവരില്ലാത്തോണ്ടല്ലേ ഇവർ BJP സംഖ്യ ആയത്. അല്ല പിന്നെ ഇവരിനി അതിന്റെ മുകളിൽ നിങ്ങൾ മുളക് തേച്ചിട്ട് ഇനിയിപ്പോൾ ഇവർ വേറൊരവസ്ഥ അറിയാം. ഈ ആൺസുഹൃത്തിന്റെ ഭാര്യ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഈ മെമ്പറെ ഭർത്താവ് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. ഇവർ ആ ജീവിതവും പോയി, ഇത് ആ അവീത ജീവിതവും പോയി, കൈ കിട്ടിയ പൈസയും പോയി, ഇപ്പം മെമ്പർ സ്ഥാനവും പോവും. ഇനി പാർട്ടിയിൽ നിന്ന് സംഖ്യകള് വില്ല പൊട്ടന്മാർക്ക് ഈ ചെറിയ പൊട്ടന്മാർ പുറത്താക്കുകയും ചെയ്യും. എന്താ അവസ്ഥ അല്ലേ? എന്നാൽ നിങ്ങൾ മാധ്യമങ്ങളെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടാ. നമ്മളൊരു ഭാവിയിലൊരു നിർമ്മല സീതാരാമന, സുഷമ സ്വരാജിന എല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കേരളമേ, ആ സുകന്യ ഗോപിക്ക് വേണ്ടി നിങ്ങൾ കരയും. സുരേഷ് ഗോപി അല്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഒരിങ്ങനെ ചെയ്തിന്. സുരേഷ് ഗോപിയാന്ന് നിങ്ങൾ പൊക്കി പിടിക്കുമല്ല. പാവ സുകന്യ ഗോപി ഇത്രമാത്രം സങ്കടം ഉണ്ടെന്നറിയാം. ആയിക്കോട്ടെ, നിങ്ങൾ അനുഭവിച്ചോ.